ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മുംബൈ ഡയറീസ് കണ്ടിന്യൂയിങ് ലോണാവാലയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉള്ളത്. ഇത് ഭാജ കേവ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അറിയാലോ, കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അത് നല്ല ഉയരത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഭാജ പറയുന്ന വില്ലേജിൽ നിന്നും 400 ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. സോ അതാ ഞങ്ങൾ കയറി ആകെ തളർന്നു പോയി. ഒരു 25-30 മിനിറ്റ്സ് നടന്നു. ഇതാ പോകുന്ന വഴിയിലൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇരുന്നും നിന്നും. അപ്പോൾ സൈഡിലൊക്കെ ആൾക്കാർ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജ്യൂസസ്, വാട്ടർ ബോട്ടിൽസ്, പിന്നെ നമ്മുടെ നെല്ലിക്കായ, അങ്ങനെ ഓരോരോ ഐറ്റംസുമായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ മേടിച്ച് കഴിച്ച് മെല്ലെ ഞങ്ങളതാ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. അവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൽ, അവിടെ ബാജ വില്ലേജിലുള്ള സ്കൂളിൽ ബെല്ലടിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കുറച്ച് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിട്ട്. അവിടെ അവരൊരു ടെമ്പിൾ കെട്ടുകയാണെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി നമ്മുടെ ബുദ്ധിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു കേവ് ആണ്. ഇതിനുള്ളിൽ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരൊരു കല്ലിൽ തന്നെ ഇങ്ങനെ ഗുഹ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള സീറ്റുകൾ, കിടക്കാനുള്ള സീറ്റുകൾ, ബെഡ്റൂംസ്, ഹാൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് വളരെ നന്നായിട്ടുണ്ടാവും. ഇത് വന്നിട്ട് നമ്മൾ നോർമലി മൊനാസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുമല്ലേ, ഇതുപോലെ ഈ എന്താ പറയുക, ഈ ഉരുണ്ട ഷേപ്പിലുള്ള ഇത് കുറേ എണ്ണം ഉണ്ട്. അത് എന്താണെന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. അത് റിലേറ്റഡ് ടു ദെയർ റിലീജിയൻ ഇറ്റ് സീംസ്. സോ അവിടുന്ന് ഞങ്ങൾ കുറേ ടൈം എടുത്തു. ഒരു 2-3 hours അവിടെ തന്നെ ഇരുന്നു. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെളിയിൽ അത്ര വെയിലും ചൂടുവാണെങ്കിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എ സിയിലിരിക്കുന്ന മാതിരി അത്ര കൂളായിട്ടുണ്ട്. വേണമെങ്കിൽ കിടക്കുകയും ചെയ്യാം. പിന്നെ അവരപ്പം തന്നെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളുടെ അവിടെയും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. നോർമലി ഏത് ഗുഹകളിൽ പോയാലും നമുക്ക് കാണാൻ കഴിയും കേവ്സിൽ. അതേമാതിരി തന്നെ ഇവിടെയുണ്ട്. ചില റൂംസൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്കും റൂമുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്കൾപ്ചേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്ര ഹൈറ്റിൽ കൂടെ അവരങ്ങനെ പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അതിശയമായി തോന്നും. ഇതൊക്കെ എങ്ങനെ അവർ ഉണ്ടാക്കി എന്നുള്ളതാണ്. പിന്നെ അവരുടെ പ്രെയർ ഹാൾസ്, ബെഡ്റൂംസ്, പിന്നെ ഹാളുകൾ, അങ്ങനെ ഡിഫറെൻ്റായിട്ട് കുറേ റൂമുകൾ, എല്ലാം ഒരേ മാതിരി തന്നെയാണുള്ളത്. പക്ഷേ കുറേ റൂമുകൾ, കയറി വരുന്ന ഉമ്മറപ്പടി എല്ലാം ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ. ഒരു വീട്ടിൽ ചെന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. കുറച്ചൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ക്രാക്സൊക്കെ വീണിട്ടുണ്ട്. ഇവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പാലസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാതിരി ഉണ്ട്. അത് ജസ്റ്റ് ഒരു പാറയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു ശിവലിംഗവും കണ്ടു. ഇതവരുടെ പൂജാ ഹാളാണോ എന്താണെന്ന് അറിയില്ല. അതൊക്കെ ഓൾമോസ്റ്റ് പോയ സ്ഥിതിയിലാണുള്ളത്. എങ്കിലും കാണാൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു.